തിരിച്ചു വരാം. ഒരു കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ, സ്വാഗതം. വീട്ടുവിശേഷം. ഹലോ, സംസാരിച്ചോളൂ. ആരാണ്? ഞാൻ പറഞ്ഞോളൂ. ക്ലിയർ ആകുന്നില്ല. പക്ഷെ ഒന്നുകൂടെ പറഞ്ഞോളൂ. അത് കേട്ടില്ല കേട്ടോ, വ്യക്തമായില്ല. ശരി ശരി. ഒരു ചോദിക്കൂ. മാഡം, പറയൂ. ഞാൻ ഒന്നും വ്യക്തമായില്ലല്ലോ. മൊബൈലിലാണോ സംസാരിക്കുന്നത്? അതെ. ക്ലിയർ ആകുന്നില്ല. അതേ മാത്രം കേട്ടു. ഒന്നുകൂടെ പറഞ്ഞു നോക്കൂ. മാനസ സരോവരിൽ നിന്ന് വരുമ്പോ മാനസ സരോവരം പറയുമ്പോൾ അത് അതിൽ എല്ലാം ഒഴുകുന്നു. സരോവരിനെ പറ്റി എന്തോ ആണ് ചോദിക്കുന്നത്. മനസ്സിലാവുന്നില്ലല്ലോ. മാനസ സരോവരത്തിൻ്റെ വെള്ളം ഒഴുകുന്നുണ്ടോ? സോറി, ഞങ്ങൾ അതേപ്പറ്റി കുറെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. കേൾക്കാതെ പോയതാണോ എന്നറിയില്ല. ഇപ്പൊ ചോദ്യം വ്യക്തമാവുന്നില്ല. തുടർന്നും പരിപാടി കാണും. വിളിച്ചതിന് വളരെ നന്ദി. നമ്മുടെ ത്രെഡ് പോയോ? നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്തായിരുന്നു മേഡം? നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് സഹയാത്രികരെ കുറിച്ചാണ്. സഹയാത്രികർ സഹയാത്രികർ എന്ന് പറഞ്ഞാൽ അവരെല്ലാം ഞാൻ പറഞ്ഞില്ലേ, ഈ യാത്ര വലിയ എനർജിയാണ്. ഇപ്പൊ റിട്ടയർഡൊക്കെ ആയിട്ട് പലർക്കും സാമ്പത്തികമായിട്ട് കഴിവുണ്ടെങ്കിലും പലരും വീട്ടിലൊക്കെ ഒതുങ്ങിക്കൂടി കഴിയുന്നവരാണ്. അപ്പൊ ഈ യാത്രകളിൽ വരുമ്പോ ഇവരെല്ലാം വളരെ എനർജറ്റിക് ആണ്. പിന്നെ അടുത്ത യാത്ര എന്നാണ് എന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഓരോ യാത്രയും കഴിഞ്ഞ് മടങ്ങി വരുന്നത്. അപ്പൊ ഈ ആളുകളൊക്കെ ആയിട്ട് നമ്മളൊരു ശരിക്കൊരു വല്ലാത്തൊരു സൗഹൃദമാണ് സമ്പർക്കം. പിന്നെ അടുത്ത യാത്ര നമ്മൾ പ്ലാൻ ചെയ്ത് ഒന്നിച്ച് യാത്ര ചെയ്യും. അപ്പൊ ഒരു കുടുംബത്തെ പോലെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. അത് ഈ യാത്ര അങ്ങനെ ഒരുപാട് പേര് ഇങ്ങനെ ഏറ്റവും അടുത്തവരുണ്ട്. പിന്നെ അതല്ലാതെ പലപ്പോഴും പല യാത്രികരും നമ്മളെ മനസ്സിൽ തങ്ങി നിൽക്കും. പിന്നെ അവരായിട്ട് ഒരു കോണ്ടാക്ട് ഇല്ലെങ്കിൽ കൂടി അങ്ങനെ ഒരുപാട് യാത്രികര് എനിക്ക് അനുഭവമുണ്ട്. അടുത്ത കോളിലേക്ക് പോകാം. ഹലോ, സ്വാഗതം. വീട്ടിൽ വിശേഷം. സംസാരിച്ചോളൂ. ഹലോ, ആരാണ്? നമസ്കാരം മാഡം. സ്വാഗതം. സംസാരിച്ചോളൂ മാഡത്തിനോട്. ഞാൻ ബാബുരാജ്, കണ്ണൂർ. പറയൂ ബാബുരാജ്. ഒരു സാമൂഹ്യ പ്രവർത്തനാണ്. ഹലോ. പറയൂ, കേൾക്കുന്നുണ്ട്. പറയൂ. മേഡം, മേഡം യാത്ര വിവരണം പറഞ്ഞു കേട്ട്, പെണ്ണെടുത്ത് എല്ലാം കേട്ട്. പക്ഷേ ഞാൻ ഒരു കവിത എഴുതുന്ന ആളോ. മേഡത്തിന് കവിതയില് ഇല്ല പറഞ്ഞു. ഹലോ. കേൾക്കുന്നുണ്ട്. പറയൂ. ഉണ്ടല്ലോ. ഉണ്ട്. മേഡം, ഒരുപാട് ഈ മേഡം പറഞ്ഞതിൽ ഒരുപാട് വിവരണമൊക്കെ ഉണ്ട്. മേഡം ഒരുപാട് സ്ഥലത്ത് പോയി. കാശിയിൽ പോയി. ദക്ഷിണകാശി പോയിട്ടില്ല. ദക്ഷിണകാശി, കൊട്ടിയൂർ. പോയിട്ടുണ്ടല്ലോ. പോയിട്ടുണ്ട്. മേഡം പറയുന്നുണ്ടല്ലോ. വിശദീകരിച്ചില്ല. ശരി. അപ്പൊ എനിക്കറിയേണ്ടത് എന്റെ എഴുത്തുമായി ബന്ധപ്പെട്ടിട്ടില്ലേ, ആധ്യാത്മിക, ഞാൻ കവിത എന്നതാണ് എനിക്ക്. ഹലോ. പറയൂ, വേഗം പറയൂ, കേൾക്കുന്നുണ്ട്. അതെ, എനിക്ക് ആധ്യാത്മിക കവിതയില് വിവരം കുറവാണ്. ഈ മാഡത്തിന്റെ ഒരു അഡ്വൈസ് വേണം എനിക്ക്. ഞാനെന്ത് പറയാനാണ്? എനിക്ക് അറിഞ്ഞൂടാ എങ്ങനെ അഡ്വൈസ് ചെയ്യണമെന്ന്. സംസാരിക്കുന്നത് കേട്ടിട്ട് ഒരാള് ഏതായാലും ആധ്യാത്മിക എന്തോ സംശയം എന്തായിരുന്നു? ആധ്യാത്മിക കവിതകൾക്ക് എഴുതാനൊരു പ്രചോദനം ഒരാളിൽ നിന്ന് കിട്ടില്ല, നമ്മുടെ ഉള്ളിൽ നിന്ന് വരണം. അത് എങ്ങനെയാണെന്നുണ്ടെങ്കിലും എന്ത് കവിത എന്നല്ല, എന്ത് സംഭവം എഴുതുകയാണെങ്കിലും ഒരിക്കലും പ്രചോദനത്തിന് പുറത്തുള്ള ഒരു കാര്യങ്ങളെ അവലംബിക്കരുത്. ഒരാളുടെ കയ്യിൽ നിന്നുള്ള പ്രചോദനം നമുക്ക് കിട്ടിയിട്ടും കാര്യമില്ല. ഉള്ളിൽ നിന്ന് വരുന്ന പ്രചോദനം വളരെ ശുദ്ധമാണെങ്കിൽ നമുക്ക് എഴുതാൻ കഴിയും. ഇത്രേ പറയുള്ളൂ. ഇപ്പൊ എന്നോട് സംസാരിച്ച ആരാ? ഈ മേഡം തന്നെയാണോ?